ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ചിന്തിക്കാത്ത ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ അടുത്ത കാലത്ത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വീണ് പരിക്ക് പറ്റി എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ ചില ആളുകൾ വീണ് പരിക്ക് പറ്റിയിട്ട് മാസങ്ങളോളം വീട്ടിൽ കഴിയുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ വീഴ്ച എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റാണ്. ആക്സിഡൻറ്റ് പലപ്പോഴും വളരെ അവിചാരിതമായി ദൗർഭാഗ്യം കൊണ്ട് സംഭവിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ കണക്കാക്കാറ്. ഞാൻ പണ്ട് സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നൊരു വാചകം പ്രത്യേകം ശ്രദ്ധിച്ചു. ആക്സിഡൻറ്റ്സ് ആർ നോട്ട് ആക്സിഡൻ്റൽ. ഇത് അവിചാരിതമായി ദൗർഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതല്ല, നമ്മുടെയോ അല്ലെങ്കിൽ മറ്റു ചിലരുടെയോ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് ആക്സിഡൻറ്റ്. സത്യം അതല്ലേ? നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങൾ കൊണ്ട് ആക്സിഡൻറ്റ്സ് ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ മിക്കവാറും സന്ദർഭങ്ങളിൽ അങ്ങനെയല്ല. വീഴ്ച ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു അപകടമാണ്. പ്രത്യേകിച്ചും 60, 70, 80 വയസ്സിലൊക്കെ ഈ വീഴ്ച എല്ലാവർക്കും തന്നെ സംഭവിക്കാനിടയുണ്ട്. ചെറുപ്പക്കാരും വീഴാട്ടോ. അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ബാലൻസ് പോയാൽ നമ്മൾ വീഴും. പ്രായമാകുമ്പോഴുള്ളൊരു പ്രശ്നം നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് കുറഞ്ഞു വരും. പക്ഷേ ഈ നടപ്പിനെ കുറിച്ചൊന്നും നമ്മൾ അങ്ങനെ അധികം ചിന്തിക്കാറില്ല. നമ്മൾ 1 വയസ്സുള്ളപ്പോൾ പിച്ച വെച്ച് നടന്നു, പിന്നെ നടപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മളങ്ങ് നടക്കും. എവിടെയെങ്കിലും തട്ടി വീണാൽ ചിലപ്പോൾ ഫ്രാക്ചറാകും, വീട്ടിലിരിക്കും. വീഴ്ചയിലൂടെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട്. നമ്മൾ നടക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തുന്നുണ്ടോ? വീഴാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൺസ് ഈ കാര്യം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. കാരണം വീഴ്ചയിലൂടെ പരിക്ക് പറ്റുമ്പോൾ ചിലപ്പോൾ വലിയ പരിക്കൊന്നും ഉണ്ടാവില്ല, ഫ്രാക്ചറായിരിക്കാം. പക്ഷേ ഒരു 5-6 മാസം നമ്മൾ ഹൗസ് അറസ്റ്റിലാകും. നമുക്ക് മാത്രമല്ല പ്രശ്നം, നമ്മുടെ കൂടെയുള്ളവർക്കും പ്രശ്നമാണ്. പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കുറയും. നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺസിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, മനസ്സമാധാനത്തിൻ്റെ, സ്മാർട്ട്നെസ്സിൻ്റെയൊക്കെ അടയാളമാണ്. നടക്കുമ്പോഴാണ് പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മൾ നടക്കുമ്പോൾ ചില തെറ്റുകൾ, മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. അതുമാത്രമല്ല, അപകടം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. നമ്മുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ് നടക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടന്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മിക്കവാറും തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടക്കുമ്പോൾ. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, അശ്രദ്ധ കൊണ്ട് നമുക്ക് അപകടം സംഭവിക്കാൻ പാടില്ല. അതിന് ഈ വീഡിയോ തീർച്ചയായിട്ടും സഹായിക്കും. ഞാൻ 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നടക്കുമ്പോൾ തലയുടെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തലയെ ഒരു സ്റ്റിയറിംഗ് വീലായിട്ടാണ് കണക്കാക്കേണ്ടത്. തല മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ മൂവ് ചെയ്യുന്നത്. ഇതിൽ പലർക്കും മിസ്റ്റേക്ക് വരാറുണ്ട്. സീനിയർ സിറ്റിസൺസ് പ്രത്യേകിച്ചും താഴെ നോക്കിയാണ് നടക്കാറുള്ളത്. അതിനൊരു കാരണമുണ്ട്. നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ താഴെ നോക്കി നടന്നില്ലെങ്കിൽ പെട്ടുപോകും. കാരണം അത്ര അപകടകരമായ സ്ഥിതിവിശേഷമാണ് താഴെയുള്ളത്. നമ്മൾ പുറത്തുകൂടിയൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ടൈൽസ് എല്ലാം പൊട്ടിക്കിടക്കുന്നുണ്ടാവും. നമ്മുടെ തൊട്ട് മുമ്പിലുള്ള കാര്യം അങ്ങനെ ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വീഴുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എന്നാൽ നടപ്പിൻ്റെ തിയറി അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നോക്കി നടക്കണം എന്ന് മാത്രമല്ല, ഒരു 10 അടി 15 അടി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അവിടെ വല്ല പ്രതിബന്ധങ്ങളുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. മുന്നോട്ട് നോക്കി നടന്നില്ലെങ്കിൽ പ്രശ്നം, താഴെ നോക്കി നടന്നില്ലെങ്കിൽ അതും പ്രശ്നം. അപ്പം നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോവാം. ഒരു 50% മുന്നോട്ട് നോക്കി നടക്കുക, 50% നമ്മുടെ ഒരു ശ്രദ്ധ താഴെ എന്താണെന്നുള്ളത് ഇടയ്ക്കൊന്ന് നമ്മൾ നോക്കി തന്നെ മുന്നോട്ട് പോവുക. തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നോക്കി നടക്കുക എന്നുള്ളത് നടക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനിത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ബാലൻസിങ്ങിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കൈകൾ. നടക്കുമ്പോൾ തൂക്കിയിടാനുള്ളൊരു സാധനമല്ല കേട്ടോ കൈ. ഇത് വീശി നടക്കുക എന്നുള്ളത് നമ്മുടെ ബാലൻസിങ്ങിനെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അതായത് വലത്തുകാൽ മുന്നോട്ട് വെക്കുമ്പോൾ ഇടത്ത് കൈ മുന്നോട്ട് വീശണം. ഓപ്പോസിറ്റായിട്ട് വരുന്ന കൈയും കാലും തമ്മിലൊരു കോർഡിനേഷനിൽ, ഒരു ഋതത്തിൽ അങ്ങ് നടക്കുക. ഞാനിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ കൈകൾ ഉപയോഗിക്കാറേ ഇല്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞ് കൈവീശി നടന്നപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായും തോന്നി. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വായിച്ചപ്പോൾ എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമാണ്, കൈ നമ്മുടെ ബാലൻസിങ്ങിനെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. നമുക്ക് 2 കൈയില്ലേ, അതെന്തിനു ഉപയോഗിക്കാതിരിക്കണം? 3, ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുക.
ആവശ്യത്തിന് സ്പീഡിൽ നടക്കുക. കുറച്ചൊക്കെ സ്പീഡിൽ നടക്കുന്നതാണല്ലേ കാണാനൊരു ചന്തം, നമ്മുടെ സ്മാർട്ട്നെസ്സിനെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമുക്കിപ്പോൾ സ്റ്റെപ്സ് എടുക്കുന്ന ഒരു ശീലം ഉണ്ടാവും. ഇപ്പോൾ 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ എത്ര സ്റ്റെപ്സ് എടുക്കുന്നു എന്ന് നോക്കുക. ഇനി അടുത്ത 10 സെക്കൻഡിൽ ഈ നമ്പർ ഒന്ന് കൂട്ടാൻ ശ്രമിക്കുക. കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്സ് ഷോർട്ടായി എന്നർത്ഥം. ഇത് ഷോർട്ട് സ്റ്റെപ്സ് എടുക്കാനുള്ള ഒരു പ്രാക്ടീസ് അത്രയേ ഉള്ളൂ. ലോങ് സ്റ്റെപ്പ് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നോ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിബന്ധം മുന്നിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസ് കീപ്പ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് വരും. ഷോർട്ട് സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മുടെ ശരീരം കൺട്രോളിലായിരിക്കും. ഈ 4ാമത്തെ കാര്യം, നമ്മൾ നടക്കുമ്പോഴേ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രത്യേകിച്ചും പ്രായമായവർ നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ കാലിങ്ങനെ അമർത്തി ചവിട്ടും. ശരിക്കും നമ്മൾ എങ്ങനെയാണെന്നോ കാല് ചവിട്ടേണ്ടത്, ഹീലിൻ്റെ ഭാഗമാണ് ആദ്യം അമർത്തി ചവിട്ടേണ്ടത്, എന്നിട്ട് ടോയുടെ ഭാഗത്തേക്ക് വരിക. ഇതാണ് നമ്മുടെ ബാലൻസിനെ സഹായിക്കുന്ന പൊസിഷൻ. ഞാനിങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടുള്ള ആളെ അല്ല കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ കാൽച്ചുവടുകൾ നന്നായിട്ട് ഉറപ്പിച്ച് നിലത്ത് വെക്കും. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അത് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഹീലാണ് നമ്മൾ ആദ്യം അമർത്തി ചവിട്ടേണ്ടത്. 5ാമത്തെ കാര്യം, ഈ നടക്കുമ്പോഴേ പരിസരബോധം കൈവിടിയരുത്. പ്രത്യേകിച്ചും പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഓർക്കണം, പുതിയ സ്ഥലമാണ്, നമുക്ക് പരിചയമില്ല. ഒരു വീട്ടിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവിടുത്തെ ടൈൽസ് നമുക്കത്ര പരിചയമില്ല, എത്രത്തോളം സ്ലിപ്പറിയാണ് ഇതൊന്നും നമുക്കറിയില്ല. ഈ അടുത്ത കാലത്തൊരു മരണ വീട്ടിൽ പോയപ്പോൾ മരിച്ച ആളുടെ മകൻ വരുന്ന ആളുകളോട് മുഴുവൻ പറയുന്ന ഒരു കാര്യമാണ്, അങ്ങോട്ട് കയറുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ ഒരു ചെറിയ താഴ്ചയാണ്. ഇത് അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേരവിടെ വീണേനെ. നല്ല വെളിച്ചമുള്ളിടത്ത് നിന്ന് ഇരുട്ടിലേക്കൊക്കെ കയറൂലേ, വലിയ പ്രശ്നമാണ്, ഒന്നും കാണൂല നമ്മൾ. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് കുറച്ച് സമയം കൊടുക്കണം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, എന്നിട്ട് പതുക്കെ നടക്കുക. അതുപോലെ വീടിനകത്ത് ചില ഡേഞ്ചർ സോൺസ് ഉണ്ട്. അടുക്കള, ബാത്റൂം, ഇതെല്ലാം ഡേഞ്ചർ സോൺസാണ്, വീഴാൻ സാധ്യതയുള്ള ഇടങ്ങളാണ്. വെള്ളം താഴെ വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ തുടക്കുക. കുളിമുറിയിലൊക്കെ പലരും വീഴാറുണ്ടല്ലേ, കുളിമുറി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. എൻ്റെ ഫാദറിലോ വീട് പണിതപ്പോൾ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്, കുളിമുറി ഉണ്ടല്ലോ ചെറുതായിരിക്കണം, വീഴുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ സൗകര്യമുള്ള വിധത്തിലായിരിക്കണം കുളിമുറി. എനിക്കത് വളരെ സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുളിമുറി വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. വീഴാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നമ്മൾ പണിയുന്ന കുളിമുറി. അത്രയും വലുപ്പത്തിൻ്റെ ആവശ്യമില്ല. പണ്ടത്തെ സിസ്റ്റം എത്രയോ നല്ലതായിരുന്നല്ലേ, ക്ലോസറ്റ് വേറെ, കുളിക്കാനുള്ള ഭാഗം വേറെ. അപ്പോൾ രണ്ടും ചെറുതായിട്ട് നമുക്ക് സൂക്ഷിക്കാം, വീഴ്ച വലിയൊരു പരിധി വരെ ഒഴിവാക്കാം. 6ാമത്തെ കാര്യം, സീനിയർ സിറ്റിസൺസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാഹസികതയേക്കാൾ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുക. സീനിയർ സിറ്റിസൺസ് ചെറുപ്പമായിരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്, നല്ല കാര്യമാണ്. പക്ഷേ സേഫ്റ്റി ഫസ്റ്റ്. ഇതുവരെ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കണം, ശരീരത്തിൻ്റെ ബാലൻസ് കുറയുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ. പണ്ടേ തുടങ്ങി നമ്മൾ പല സാഹസിക കൃത്യങ്ങൾ ചെയ്യുന്ന ആൾ, മല കയറുന്ന ആൾ, പിന്നെ സ്വിമ്മിങ് അറിയാവുന്ന ആൾ, ഇതൊക്കെയാണെങ്കിൽ അവരത് കണ്ടിന്യൂ ചെയ്യണതിൽ ഒരു കുഴപ്പമില്ല. നിർത്തി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാൻ ബുദ്ധിമുട്ടാണ് താനും. പക്ഷേ ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്നോ, ഞാൻ ടൂറിന് പോകുമ്പോൾ മിക്കവാറും യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ് പോവാറുള്ളത്. എൻ്റെ സ്റ്റുഡൻസ് അവരെൻ്റെ കയ്യിൽ ഒരു 10-15 വയസ്സ് താഴെയാണ്. അപ്പോൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവർ നിർബന്ധിക്കും, ടീച്ചർ ഇങ്ങോട്ട് കയറിപ്പോര്. ഒരിക്കൽ ഞങ്ങൾ റിസോർട്ടിൽ താമസിക്കുമ്പോൾ എല്ലാവരും സ്വിമ്മിങ് പൂളിൽ ഇറങ്ങി. ഞാൻ സ്വിം ചെയ്യാറില്ല, വെള്ളത്തിൽ ഇറങ്ങാനും എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പം ഞാനതിൻ്റെ വക്കിൽ നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ടീച്ചർ ഇങ്ങോട്ട് ഇറങ്ങ്, ഒന്നും നോക്കാനില്ല, ഞങ്ങളില്ലേ ഇവിടെ. ഇപ്പോഴും ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ അവർ പ്ലേറ്റ് മാറ്റി, അവർ കളിയാക്കാൻ തുടങ്ങി. ടീച്ചറിൻ്റെ വീഡിയോ ഇല്ലേ എങ്ങനെ പേടി മാറ്റാം, ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. എനിക്ക് എൻ്റെ സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ പോകാറില്ല. നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങളില്ലേ, അത് തന്നെ ചെയ്യാൻ സമയമില്ല. അപ്പം പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോകേണ്ട ഒരു കാര്യമില്ല. നീന്തണമെങ്കിൽ നമ്മളതിൻ്റെ ക്രമം അനുസരിച്ച് പഠിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. 7ാമത്തെ കാര്യം, വീഴ്ച പറ്റാതിരിക്കാൻ നമ്മൾ കാലുകളെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാലുകളുടെ ബലം, കാലുകളിലെ മസിൽ, ഇതിനൊക്കെ നമ്മൾ പ്രത്യേകം കെയർ കൊടുക്കും. കോർ മസിൽസ് എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗമുണ്ട്. നമ്മുടെ നടപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ്, നമ്മുടെ ഇടുപ്പ് ഭാഗത്തെ മസിൽസ്,
പിന്നെ പുറകിലെ അടിഭാഗത്തെ മസിൽ, വയറിലെ മസിൽസ്, ഇതെല്ലാം കോർ മസിൽസ് എന്ന് പറയും. അത് നടപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസാണ്. ചില ആളുകൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ തന്നെ ക്ഷീണിക്കും, അവശരാകും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, കാലിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ കോർ മസിൽസ് അതിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. കോർ സ്ട്രെങ്ത് എന്ന് പറയും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള എക്സസൈസ് ചെയ്യണം. അതിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഭിത്തിയോട് ചാരി നിന്ന് കാലുകൾ മുന്നോട്ട് വെച്ച് കൈകൾ ബാക്കിൽ സപ്പോർട്ട് കൊടുത്ത് നമ്മളൊരു സാങ്കല്പിക കസേരയിൽ ഇരിക്കുന്ന ഒരു എക്സസൈസ്. പിന്നെ ഞാനൊരു ലിങ്ക് കൊടുക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അതിലും കുറേ എക്സസൈസ്, അതിലും കോർ സ്ട്രെങ്ത് കൂടാനുള്ള കുറേ എക്സസൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെല്ലാം ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് വയറിലെ മസിൽസില്ലേ, അകത്തേക്ക് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ട് റിലീസ് ചെയ്യുക. വയറിലെ മസിൽസ് ഇങ്ങനെ പ്രായമാകുമ്പോൾ താഴേക്ക് തൂങ്ങിയൊക്കെ വരാനിടയുണ്ട്. അതിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 8ാമത്തെ കാര്യം, വീഴാനുള്ള കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഡ്രസ്സും പാദരക്ഷകളും. ഇതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല കേട്ടോ. സാരിയൊക്കെ ഞാൻ കുറേയൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറയാം. വളരെ അപകടകരമാണ്. ഞാൻ സാരി ഉടുക്കുന്നത് വളരെ സേഫായിട്ട് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. എവിടെയെങ്കിലുമൊക്കെ കാറിൽ പോകുമ്പോൾ, ഇപ്പം ഞാൻ ഈ റൂമിലിരുന്നാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ സാരി ഉടുത്ത് വളരെ സേഫായിട്ടിരിക്കുകയാണ്. ചില ആളുകൾ എന്നോട് പറയും, മാഡത്തിന് സാരി ഉടുക്കുന്നതാണ് നല്ലത്. പക്ഷെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണ്ടേ. അതുപോലെ തന്നെയാണ് ഷൂ. ഗ്രിപ്പുള്ള ഷൂ ധരിച്ചു കഴിഞ്ഞാൽ വീഴ്ചകൾ കുറേ ഒഴിവാക്കാം കേട്ടോ. അത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആത്മവിശ്വാസം കൂടി. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു ആശങ്കയായിരുന്നു, വീഴുമോ. പക്ഷെ അവിടെയും ആളുകൾക്ക് ഒരുപാട് മെൻ്റൽ ബ്ലോക്ക് ഉണ്ട്. വേറൊരു ഡ്രസ്സിലേക്ക് മാറാൻ ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ ആവശ്യമില്ലാത്ത സൗന്ദര്യ ബോധം. സാരി ഉടുക്കുമ്പോൾ ഷൂ ഇടാൻ പാടില്ല. എന്തായാലും സേഫ്റ്റി വിട്ടിട്ട് നമ്മൾ സൗന്ദര്യത്തിൻ്റെ പിന്നാലെ പോകരുത്. പണ്ട് ചെറുപ്പകാലത്ത് നമ്മൾ ഓരോ സാരിയുടെയും കളർ അനുസരിച്ചൊക്കെ ചെരുപ്പൊക്കെ ധരിച്ചിരുന്നു. സ്വല്പം ഹീലുള്ള ചെരുപ്പ്, അതൊക്കെ ഒരു സ്റ്റൈലായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. 9ാമത്തെ കാര്യം, നമ്മുടെ മസിൽസിൻ്റെയൊക്കെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പ്രവർത്തനത്തിന് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് വെള്ളം. ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ബ്രേക്ക് എടുക്കാറുണ്ടല്ലേ. വലിയ മീറ്റിൽ പോലും ബ്രേക്കിന് സമയം കൊടുക്കും. അപ്പോൾ അത്ലറ്റ്സും അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരും ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അവർ വെള്ളം കുടിക്കും. അത് അവർ മാത്രമല്ല, നമ്മളും ചെയ്യണം. 10ാമത്തെ കാര്യം, ഒരിക്കലും ചെയ്യാൻ പാടില്ല, മൊബൈലിൽ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുക. ചിലർ മൊബൈൽ നോക്കിക്കൊണ്ട് പോലും നടക്കുന്നത് കാണാറുണ്ട്. അതിൽ ചെറുപ്പക്കാരും പ്രായമായവരും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ കൊച്ചു കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു കാര്യം ചെയ്യാമോ, ഞാൻ പറയാതെ തന്നെ എൻ്റെ വീഡിയോയുടെ താഴെ കമൻസ് സ്ഥിരമായിട്ട് ഇടുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ഇത്തവണ കുറേ മിസ്റ്റേക്സും മുൻകരുതലും ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ അറിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെസ്റ്റായിട്ടുള്ള പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഇതിൽ ഷെയർ ചെയ്താൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കും. കാരണം വീഴ്ച എല്ലാവർക്കുമുള്ളൊരു അപകട സാധ്യതയാണ്. പിന്നെ നമ്മൾ മിസ്റ്റേക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് തിരുത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ തെറ്റായ രീതിയിൽ ഇത്രയും നാൾ നടന്ന് നമ്മൾ അതിനോട് കണ്ടീഷൻഡായി. ഇനി അത് മാറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നവംബർ 1 1 മാസം നമ്മൾ ഈ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം. കാരണം ഇത് വീഴ്ചയുടെ പ്രശ്നമാണ്. അങ്ങനെ 1 മാസം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ദുർനടപ്പുകൾ മാറ്റാം. ഞാൻ എന്തായാലും ആ ചലഞ്ചിന് തയ്യാറായി കഴിഞ്ഞു. എൻ്റെ കൂടെ കൂടുന്നവർക്ക് കൂടാം. നവംബർ 30 ആകുമ്പോഴേക്കും നമ്മൾ ഓക്കെ ആകും. എനിക്കൊരു തമാശ ഓർമ്മ വരുന്നുണ്ട്. എന്നോടൊരാൾ പറഞ്ഞൊരു സംഭവമാണ്. അയാളും അമ്മയും കൂടി ഇങ്ങനെ നടക്കുകയാണ്. അമ്മ നല്ല പ്രായമുള്ള ആളാണ്. അയാൾ അമ്മയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, അമ്മ സൂക്ഷിക്കണം, വീഴരുത്, ഇതാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തി അയാൾ അവസാനം ഒരു വീഴ്ച. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് ഈ വീഴ്ച. അതുമല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില അവസരങ്ങളിൽ വീണ് നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ തകിടം മറിയും. വീഴ്ച എന്ന് പറയുന്നത് നമുക്കങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായൊരു വീഡിയോ ചെയ്തത്. അതിൻ്റെ ഗുണഫലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ യൂട്യൂബിൽ വന്നിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ ഹൈപ്പ് പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി നിങ്ങൾ കാണും. നിങ്ങൾ ഹൈപ്പ് പോയിന്റ്സ് തന്നാൽ ചാനലിനെ അത് വളരെ സപ്പോർട്ട് ചെയ്യും. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.